ഉത്സവം തന്നെയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അതെ, മ്യൂസിക്കൽ വൈഫ്, ഇതല്ലേ വൈബ് അല്ലേ? പിന്നെ ശ്രുതിയും ജോയ്സും കൂടി നമ്മുടെ തുടക്കം ഗംഭീരാക്കി. ഈ തുടക്കം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷോയുടെ ഒരു യാത്ര വൈബോട് വൈബായിരിക്കും. എന്താ അഭിപ്രായം? തീർച്ചയായും തകർക്കും. പ്രേക്ഷകർക്ക് ഇവരെ മനസ്സിലാവാത്തവരൊന്നുമില്ലല്ലോ. മ്യൂസിക്കൽ വൈഫിന്റെ മുൻ താരങ്ങളാണ് ശ്രുതി എസ് ബാബു, ജോയ്സ്. കൺഗ്രാറ്റുലേഷൻസ് ജോയ്സ്. രണ്ടുപേരോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ കേൾക്കാൻ തയ്യാറാ, ഞാനും പ്രേക്ഷകരൊക്കെ. മ്യൂസിക്കൽ വൈഫ് ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. കല്യാണത്തിന് ശേഷം ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, എങ്ങനെ പാടാനാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി മാത്രം. അതെ, അത് വലിയൊരു ഇങ്ങനെ ആഡ് കണ്ടപ്പോ തന്നെ കൊള്ളാലോ, ഇതിലൊന്ന് എന്തായാലും കൊടുക്കണം എന്നുള്ളൊരു, അങ്ങനെയാണ് വന്നത്. പിന്നെ 1 or 2 പാട്ട് പാടണം, അതായിരുന്നു മനസ്സിലുള്ള ആഗ്രഹം. പക്ഷെ എന്തോ അതെ, ഒരുപാട് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ, ഇഷ്ടംപോലെ ഇനാഗുറേഷൻ. ശ്രുതിക്ക് നിന്ന് തിരിയാൻ നേരമില്ലാന്ന് കേൾക്കുന്നത് ശരിയാണോ? ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഡെയിൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഇനോഗ്രേഷൻ ഒക്കെ ചെറുതായിട്ട് കുറച്ചല്ല, നല്ല രീതിയിൽ അങ്ങനെ ഒരു ലൈഫ് തന്നത് ഈ വേദിയാണ്, ഫ്ലവേഴ്സ് ചാനലാണ്. ജോയ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മ്യൂസിക്കൽ വൈഫ് വരുത്തിയത്? ആക്ച്വലി കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി അങ്ങനെ ഒരു മ്യൂസിക്കിന്റെ ഒരു കരിയറിലേക്ക് ഒരു പോക്ക് അത്ര വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരത്തെ പറ്റി അറിയുന്നതും ഇങ്ങനെ വരുന്നതും. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഫൈനലിലേക്ക് വരെങ്കിലും എത്തുമെന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴാണ് ഇതിന്റെ വിന്നർ ആവുന്നത്. അതിലും വലിയൊരു എക്സൈറ്റ്മെന്റ് വേറെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഒരു വേദി എന്ന് പറയുന്നത് വളരെയധികം പ്രഷ്യസ് ആണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു അമ്മമാരാണ് കൂടുതൽ. പലരും വന്ന് സംസാരിച്ചിട്ടുള്ളവരിൽ പലരും അമ്മമാരാണ് കണ്ടിട്ട് അവരുടെ സ്വന്തം മക്കളെ പോലെയൊക്കെയാണ് നമ്മളടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. അതെ, അപ്പോ നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളെ പോലെ സ്വപ്നം കണ്ട് ഈ വാശിയുടെ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ബാക്ക് സ്റ്റേജിലുണ്ട്. അപ്പൊ അവരുടെ വാശിയുടെ പോരാട്ടം കാണാൻ നമ്മുടെ പ്രേക്ഷകർ റെഡിയാണ്. അപ്പൊ അതിനു മുമ്പ് അവരുടെ വിധികർത്താക്കളെ പറ്റി പറയണ്ടേ? പിന്നെ വാശിയേറിയ പോരാട്ടം, വാശിയേറിയ മത്സരം എന്നൊക്കെ നമ്മൾ പറയുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മുടെ ജഡ്ജിങ് പാനലിൽ വരുന്നത് സംഗീത ലോകത്തെ പ്രതിഭകളാണ്. അതിൽ മുഖ്യ ജഡ്ജായി ഇവിടെ എത്തുന്ന ആരാന്നറിയോ? മുഖ്യ ജഡ്ജിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. കുറച്ച് ബിൽഡപ്പ് ഒക്കെ അദ്ദേഹത്തിന് ആവാം. പലപ്പോഴും ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴേ എന്നോട് ചോദിക്കും, ഡെയിന്റെ വീട് എവിടെയാ? അപ്പൊ ഞാൻ പറയും തൃശ്ശൂർ എന്റെ വീട്. അപ്പൊ തൃശ്ശൂർ എവിടെയാ? അപ്പൊ ഞാൻ പറയും ഞാൻ ഇദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ്. ഓഹോ, അങ്ങനെ. അതെ, എന്റെ നാട് എവിടെയാ? തൃശ്ശൂർ എവിടെയാ? അതെനിക്കറിയില്ല. ഒല്ലൂര്. അപ്പൊ ഒല്ലൂരുള്ളൊരു കലാകാരനാണ്. കിട്ടിയോ? കിട്ടിയില്ല. ഏകദേശം ഞാൻ പറഞ്ഞുതരാം. അതായത് 1978 മുതൽ 2025 പുതിയ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് ഈ സംഗീത ലോകത്ത് നിത്യവസന്തമായി തുടരുന്ന മലയാളത്തിന്റെ സ്വന്തം
പ്രണയത്തിന്റെ വയലിൻ തന്ത്രികൾ കൊണ്ട് സംഗീതത്തിന്റെ സർഗ സൗന്ദര്യം തീർത്ത മലയാളത്തിന്റെ സ്വന്തം ഔസേപ്പച്ചൻ സാർ, വെൽക്കം. സാർ, ഒരുപാട് സന്തോഷം മ്യൂസിക്കൽ വൈഫിന്റെ ഈ ഒരു വേദിയിൽ സാറിനെ ഇങ്ങനെ അടുത്ത് കാണാൻ സാധിച്ചതിൽ. സാർ, ഇവരെ രണ്ടുപേരെയും അറിയില്ലേ? ഒരുപാട് സന്തോഷം. താരങ്ങളാണ്, തീർച്ചയായിട്ടും വിജയികളാണ്, വിന്നേഴ്സാണ്. പിന്നെ എനിക്കറിയാം, സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ ജനറേഷനിലുള്ള പിള്ളേർക്ക് ഒന്ന് പ്രണയിക്കണമെങ്കിൽ സാറിന്റെ പാട്ട് വേണം, ഒന്ന് സ്വപ്നം കാണണമെങ്കിൽ സാറിന്റെ പാട്ട് വേണം, ഒന്ന് എല്ലാ ടെൻഷനൊക്കെ ഒന്ന് മറന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ പോലും സാറിന്റെ പാട്ട് വേണം. കറക്റ്റ് അങ്ങനെയൊക്കെ ആകണം എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ആയാൽ മതി. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ മലയാളികൾ അത് ശീലിച്ചു കഴിഞ്ഞു സാർ. അപ്പൊ ഒരുപാട് സന്തോഷം മ്യൂസിക്കൽ വൈഫിന്റെ ഈ ഒരു വേദിയിൽ കാണാൻ സാധിച്ചില്ല. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു ഷോയെ പറ്റി പറയാനുള്ളത്? ഞാനിവിടെ വരുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിലൊരു ഭാഗമാകണമെന്ന് സ്വയം ആഗ്രഹിച്ച് സ്വന്തം അഭിപ്രായത്തിൽ വന്നിട്ടുള്ള വ്യക്തിയാണ്. കാരണമുണ്ട്. നമ്മൾ ഈ ലോകത്ത് എല്ലാവരും പറയുന്ന പോലെ മ്യൂസിക് ഇല്ലെങ്കിൽ ഈ ലോകമില്ല എന്നൊക്കെ നമ്മൾ പറയും. ഈ ലോകമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ കുടുംബത്തിൽ നിന്ന് ശരിയാവണം ആദ്യം, അല്ലേ? ഫാമിലിയിൽ നിന്ന് ശരിയാവണം. ഫാമിലിയിൽ നിന്ന് ശരിയാകണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഹെൽത്തിയായി ശാന്തമായി ഇരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മരുന്നൊന്നും കഴിക്കണ്ട, പാട്ട് കേൾക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക. അത് വീട്ടിൽ നിന്നുണ്ടാകണം. വീട്ടിൽ നിന്ന് ആരാണത് ചെയ്യുക? ഒരു കുഞ്ഞ് ആദ്യം കേൾക്കുന്ന അമ്മയുടെ പാട്ടാണ്. അമ്മയുടെ ആ ചെറിയ ശബ്ദം, കിളി പോലത്തെ ശബ്ദം കേട്ടിട്ടാണ് അവൻ ഉറങ്ങുന്നത്, അവന്റെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പൊ എന്തായാലും മ്യൂസിക്കൽ വൈഫ് ഇതല്ലേ വൈബിൽ കുറച്ചുകൂടി വൈബാക്കാൻ സാറിന്റെ കൂടെ രണ്ട് ആൾക്കാരെ നമ്മൾ ഇറക്കുന്നുണ്ട്. ഓഹോ, രണ്ട് പെൺപുലികൾ. സാറിന് ടെൻഷനൊന്നും ഇല്ലല്ലോ? എനിക്ക് ടെൻഷനില്ല, ഞാൻ ആൺസിംഹമായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. സാറിന്റെ ധൈര്യത്തിന് ഞാൻ കൂടെ ഉണ്ടല്ലോ സാറേ. സാറിന് വേണ്ടിതാ നല്ല ചുവന്നിരിക്കുന്ന കസാരകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. रब 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 तेरा रब मेरा रब तेरा रब मेरा रब 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 तेरा रब मेरा 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 रब. പഞ്ചാബി പങ്കിട നെഞ്ചോരം കൊണ്ടുവാ തഞ്ചത്തിൽ കൊഞ്ചിടാം. ഓ आजा नचले छड़ना जावी डोला, छड़ना जावी डोला, छड़ना जावी डोला डोला, छड़ना जावी डोला, छड़ना जावी डोला, छड़ना जावी डोला डोला. മ്യൂസിക്കൽ വൈഫ് വൈബാക്കാൻ ദാ ഈ വേദിയിൽ രണ്ടു പേർ കൂടി എത്തിയിരിക്കുകയാണ്. സംഗീതത്തെ പ്രാണവായുവായി കാണുന്ന ഒരു കലാകാരി, നമ്മുടെ സ്വന്തം ബിന്നി കൃഷ്ണകുമാർ. ബിന്നി ചേച്ചി, സ്വാഗതം. താങ്ക് യു. അല്ല, ആ ഒരു ആവേശത്തിൽ പറഞ്ഞു പോയത്. കുഴപ്പമില്ല. ഒപ്പം നമ്മുടെ ന്യൂ ജെൻ സംഗീതത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അതാണ് രഞ്ജിനി ജോസ്. സ്വാഗതം. താങ്ക് യു സോ മച്ച് ഡീൻ. നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക്കൽ വൈഫ് വൈബാക്കാൻ രണ്ട് വൈബുള്ള ആൾക്കാരെ നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. ഓൾറെഡി ഒരു കൂടുതൽ വൈബുള്ള ഒരാൾ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാം. അതെ, എനിക്ക് തോന്നുന്നു ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ വൈബുള്ളത് രണ്ടുപേർക്കും. ബിനി ചേച്ചി, അപ്പോ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞതുകൊണ്ടാണോ ഇപ്പോ മുതിർന്നവരെ പഠിപ്പിക്കാൻ, വീട്ടമ്മമാരെ പഠിപ്പിക്കാൻ ഇറങ്ങിയത്? അതെ മോനെ, ഇല്ലേ, ചില കാര്യമുണ്ട്. ഇപ്പൊ ഞാനും ഒരു മ്യൂസിക്കൽ വൈഫ് അല്ലേ. അപ്പൊ നമ്മള് ഒരു സ്ത്രീകളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അവരുടെ ജോലികൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭർത്താവിനും ഉണ്ട്. പക്ഷെ അവരുടെ ജോലികൾ ഞാൻ പറയാം, ഒരു കറി വെക്കുന്നത് എന്താണ് രാവിലെ എന്ന് ഒരു സ്ത്രീ രാത്രിയിൽ ഒരുപാട് ആലോചിക്കും. നാളത്തെ ഡിഷ് എന്താണെന്ന്. ഇതൊക്കെ അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, അവരുടെ ടെൻഷനാണ്. ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഇത്രയും ആലോചിക്കണ്ട. കാരണം ഭർത്താവിന് ഇഷ്ടപ്പെടുമോ, ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് തിങ്കിങ് ഉള്ള ഒരാൾക്കാർ ഈ വൈഫായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അവർ 4 ചുവരിൽ മാത്രം നിൽക്കേണ്ട ആൾക്കാരല്ല. അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആ കുട്ടികൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോം, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇതുപോലെ മ്യൂസിക്കൽ വൈഫ് എന്ന് നമ്മുടെ ഫ്ലവേഴ്സ് മാത്രമേ അല്ലേ ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്നുള്ളൂ. അതിനൊരു ഉഗ്രം കൈയടി കേട്ടോ അതിന്. അപ്പൊ എന്തായാലും ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വലിയ വേദിയാണ്, ഒരു വലിയ പ്രതീക്ഷയാണ് നമ്മുടെ ഈ ഒരു ഷോ, അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ
നമ്മൾക്ക് അവരോട് എപ്പോഴും അതിന്റെ മനസ്സിലൊരു സോഫ്റ്റ് കോർണറും ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളൊക്കെ ഞാനും ഇതുപോലെ ഒരുപാട് ഒരു കച്ചേരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബീൻസ് ഒക്കെ സരിഗമ ബീൻസ് ഒക്കെ കട്ട് ചെയ്തോണ്ടേ അത് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും കുക്കൊക്കെ വേണമെന്നില്ലല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവരുടെ ആ ഒരു വിചാരങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചേച്ചിയോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കും വിശപ്പ് വരുന്ന പോലെ ഭക്ഷണകാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അതെ. സംഗീതവും ഭക്ഷണവും ഇൻസ്പിറേഷനായി. ഒപ്പം തന്നെ ഈ സംഗീതവും ഈ ഭക്ഷണവും കൂടിയിട്ടുള്ള ഒരു കൊളാബ് ഉണ്ടല്ലോ. അത് പറഞ്ഞു കൊടുക്കൂ. സാപ്പാട്. അതെ അതെ. സംഗീതം, ഭക്ഷണം, തമാശ, ഇത് മൂന്നുമാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഞങ്ങളുടെ അതാണ്. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ബിന്നി ചേച്ചിയോട് ഇത്ര ഇഷ്ടം. ഓക്കെ, അപ്പോ ബിന്നി ചേച്ചി നമ്മുടെ വീട്ടമ്മമാർക്ക് നൽകിയ മോട്ടിവേഷൻ കേട്ടല്ലോ. ഇനി നമ്മുടെ രഞ്ജിനി ചേച്ചിക്കുള്ള അവസരമാണ്. എങ്ങനെയാണ് ഒരു ന്യൂജൻ രീതിയിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പോകുന്നത്? നമ്പർ 1, ഞാനൊരു ന്യൂജൻ അല്ല. പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ ന്യൂജൻ ആണ്. ചെറുതായി ഓൾഡ് ജൻ ആക്കി ആയിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ അവിടെ എത്താത്തതുമായ ഒരവസ്ഥയിലാണ് ഞാൻ. പിന്നെ ഈ ഫ്ലവേഴ്സ് ടിവിയിൽ ഒരുപാട് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പെർമനന്റ്, അതായത് കുറേ ദിവസം ഈ ഒരു ഫാമിലിയുടെ കൂടെ ചെലവാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിന് ദൈവത്തോട് നന്ദിയുണ്ട് എല്ലാവരോടും. പ്ലസ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ബിന്നി ചേച്ചിയും ഔസേപ്പ് സാറും അവരുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും, ഞങ്ങളുടെ ജനറേഷനിലൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ എന്തായാലും രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ വൈബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഔസേപ്പ് സാറിന്റെ ഇടവും ബലവും പോയിരുന്നോളൂ. അപ്പൊ നമുക്ക് രാധമാരായിട്ട് മാടി വിളിക്കുന്നു. നോക്കൂ വരൂ. അപ്പൊ എന്തായാലും രണ്ടുപേർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്ക് നമ്മുടെ മത്സരം ആരംഭിക്കാം അല്ലേ? ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ മ്യൂസിക്കൽ വൈഫിന്റെ ഓഡീഷനിൽ 1000-ൽ പരം മത്സരാർത്ഥികളാണ് മത്സരിച്ചത്. അവരിൽ നിന്ന് 30 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആ 30 പേരാണ് ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞില്ല. ഈ 30 പേരിൽ നിന്ന് 20 പേരെ മാത്രമാണ് നമ്മൾ നമ്മുടെ ഈ മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. നിങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് അവരുടെ ഇന്നത്തെ മത്സരം കണക്കിലെടുത്ത്. അപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് മ്യൂസിക്കൽ വൈഫ് ഫൈനൽ ഓഡീഷൻ. ഇവിടെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ ഒരുപാട് സർപ്രൈസുകളുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം അല്ലെ ഔസേപ്പ് സാർ? പിന്നെ ഓക്കെ. അപ്പൊ എന്തായാലും പലർക്കും സംശയം ഉണ്ടാവും, അവിടെ ഇങ്ങനെ നമ്പറുകളൊക്കെ എഴുതിയിട്ടിട്ട് കുറെ കസാരകൾ തലങ്ങും വിലങ്ങും ഒക്കെ ഇട്ടുണ്ടല്ലോ, അത് എന്തിനാണെന്ന് സംശയമുണ്ടോ? സംശയമുണ്ട്. ആ സംശയം മാറ്റി തരാം. നല്ല ചെയർ, നമുക്കൊന്ന് പോയി അവിടെ ഇരുന്നിട്ട് വന്നാലോ എന്ന് ഞാൻ വിചാരിക്കും. നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ കൊണ്ടുപോകാൻ പറ്റില്ല സാർ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 30 മത്സരാർത്ഥികളാണ് ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. അവരിൽ നിന്ന് 20 പേരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. ആ 20 പേർക്കുള്ള കസാരകളാണ് ആ നമ്പറുകൾ കണ്ടോ. അപ്പോ ഇവിടെ നിന്ന് സെലക്ട് ആവുന്ന ആൾക്കാർക്ക് അവരുടെ ലക്കി നമ്പർ തെരഞ്ഞെടുത്ത് ആ ലക്കി ചെയർ സ്വന്തമാക്കാം. അങ്ങനെ 20 ലക്കി നമ്പേഴ്സ് ആണ്, 20 ലക്കി ചെയറുകളാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് നമ്മുടെ ആരെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ പോയിട്ട് ഔസേപ്പ് സാർ ആ ചെയർ എടുക്കും. അതുള്ള കാര്യം എനിക്ക് ആ ചെയർ എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇഷ്ടംപോലെ നമ്പറുകളുണ്ട്, ഇങ്ങനെ കുറെ നമ്പേഴ്സ് തെലങ്കും വിലങ്ങും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു ലക്കി നമ്പർ ആയിട്ട് ഇപ്പൊ രഞ്ജിനി ചേച്ചിയോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു, ഏത് ചെയർ തെരഞ്ഞെടുക്കും? നമ്പർ 3. എന്തുകൊണ്ടാണ് 3? ബർത്ത് ഓഫ് ഡേറ്റ് ആരോ പറഞ്ഞു അത് എന്റെ ലക്കി നമ്പർ ആണ്. 30 മത്സരാർത്ഥികൾ, 30 പാട്ടുകൾ, 20 ചെയറുകൾ. ആ 20 പേർക്കുള്ള വാശിയേറിയ പോരാട്ടമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോ ജഡ്ജസ്, നമ്മളിതാ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങളോ? ഞങ്ങളും എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ മത്സരം ആരംഭിക്കാം അല്ലേ? പ്ലീസ്, ലെറ്റ്സ് വെൽക്കം ഫസ്റ്റ് കണ്ടസ്റ്റന്റ്. റെഡി, ആക്ഷൻ. பால் மணக்குது, பழம் மணக்குது, பழனி மலையில எங்கும் ஒழிக்குதா. ഹലോ 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 ഇതെന്താണിത്? എന്താ ഇത്? ഒരു റിയാലിറ്റി ഷോ അല്ലേ? മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ ഷോന്റെ ആദ്യത്തെ പാട്ട് പാടി ഇങ്ങനെയാണോ വരുന്നത്? അല്ല, ഞാൻ എന്റെ പാട്ടിന്റെ കഴിവ് മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഞാനും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നിന്നൊന്നും പാടാന്ന് വെച്ചു. അല്ല, അത് അങ്ങനെ പാടുമെന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ഞങ്ങളൊക്കെ
വേറെ പണിയില്ലാണ്ടൊന്നല്ല ഇവിടെ വന്നിരിക്കുന്നത്. Sir, കുറച്ചുകൂടെ ഇതൊരു നല്ല ഒരു സ്റ്റേജാണ്, വേദിയാണ് അല്ലേ? സാറിന് ഇഷ്ടപ്പെടും. ഞാൻ കുറച്ചുകൂടെ പാടി അല്ല, ഞാൻ അതുകൊണ്ടല്ല, ഇത് ശരിയാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഇത്തരത്തിലാണ് ഈ ഷോ നടക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ല, ഇത് സർ കുറച്ചുകൂടി ഇതിന്റെ ഒരു ഓപ്ര വേർഷൻ ഒക്കെ ഉണ്ട്, അത് വന്നാൽ സാറിന് ഇഷ്ടമാവും. വെർഷനൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മളിവിടെ കേൾക്കാൻ വരുന്നത് മ്യൂസിക്കൽ വൈഫിന്റെ നല്ല കുറെ പെൺകുട്ടികൾ നല്ല പാട്ട് പാടാൻ ഇത് കാണാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലാണ്ട് ജഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഇത്തരം കോപ്രായങ്ങളും ഇത്തരം വഷളത്തരങ്ങൾ കാണാൻ കേൾക്കാനുള്ളതല്ല. ഞാൻ ഒരുപാട് ഷോയ്ക്കൊന്നും പോവാറില്ല, പലതും പേടിച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ ഇത് എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. നിങ്ങൾ ആരെ ഞാൻ ഇല്ല, വെരി സോറി. അല്ല, നമുക്കൊന്ന് കുട്ടി പറഞ്ഞില്ല, നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ല പോരുത്. നമ്മൾ കുറച്ചുകൂടെ പാടിയ സാറിന് ഇഷ്ടപ്പെടും. അതെ, പോരുത്. അയ്യോ അയ്യോ സർ പോലെ, അയ്യോ അങ്ങനല്ല. സാറ് പോയാ പിന്നെ നമ്മൾ അങ്ങനെ ആകാം. സാറ് ഇരിക്കൂ. സർ ഞാൻ ശരി ഓക്കെ. ഇത് ആരാണിത് കക്ഷി? മോളെന്നെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ സൂത്രത്തിൽ വന്നതാണോ ഇത്? ആ ഡയറക്ടർക്ക് പോലും അറിയില്ല എന്നാ പറയുന്നത്. അല്ല സർ, എന്താ സംഭവം എന്ന് വെച്ചാലേ, ഇവിടെ വേറൊരാള് പരിപാടി അവതരിപ്പിക്കാൻ വരുന്നു നമുക്കറിയാവുന്ന ആളല്ലേ? അതെ, അതല്ലേ ഞാൻ ഇത്ര കോൺഫിഡൻസിൽ ഇവിടെ നിന്നത്. അത് ശരി. ഇവിടെ നേരത്തെ ഒരാള് നിന്നില്ലേ, ഞാൻ അയാള് പറഞ്ഞിട്ട് വന്നത്, അയാളോട് ചോദിച്ചിട്ടാ ഞാൻ വന്നത്. പക്ഷേ കുട്ടി മീനാക്ഷിയല്ലേ? അതെ, എന്നെ അല്ല, അതൊക്കെ ശരി. മീനാക്ഷിനെ ഞാനും കണ്ടിട്ടുണ്ട്. മീനാക്ഷി കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, മീനാക്ഷി കുറച്ച് നന്നായിട്ട് പാടുമെന്നുള്ളതാണ്. അതാരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. അല്ല, എൻ്റെ ഒരു സിനിമയിൽ ഒരു പാട്ട് പാടാനായിട്ട് ഞാനിങ്ങനെ ഒരു പുതിയ വോയിസ് വേണമെന്ന് പറഞ്ഞപ്പോ മീനാക്ഷി എന്ന് പറഞ്ഞൊരു കുട്ടീനെന്ന് പറഞ്ഞിട്ട് ഇത് എന്റെ അടുത്ത് പറഞ്ഞതാണ്. അതെ, പക്ഷെ ആ കുട്ടിയാണോ ഈ കോപ്രായൊക്കെ കാട്ടിട്ട് വന്നത്? ഒരു മിനിറ്റ് സർ, ഞാൻ എന്റെ പേരാണ് പറഞ്ഞെങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും. എന്റെ സംഗീത കുടുംബമാണ് ചിലപ്പോ, അതുകൊണ്ട് എന്റെ പേരാണ് പറഞ്ഞെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ ആയിരിക്കും സർ. പക്ഷെ പാട്ടിന്റെ കാര്യത്തിൽ എത്രത്തോളം ഉറപ്പുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു വേദിയിൽ ഒത്തുപോയില്ലേ സാർ? ഞാൻ ഈ മീനാക്ഷിയല്ല, മറ്റേ കുട്ടി മീനാക്ഷിയുടെ കാര്യം പറഞ്ഞത്. ഞാൻ വരട്ടെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഓക്കെ വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ വന്നു. ഇതെന്താണെന്ന് അറിയാം സാർ, ഞാൻ ഇവിടെ ഒന്ന് ഷൈൻ ചെയ്യേണ്ട കണ്ണുകടിയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ച് സംഗീതം പഠിച്ചിട്ടുള്ള കൊച്ചാണ്. ഉണ്ട് സർ, ഒരു 13 കൊല്ലം. 13 കൊല്ലം കണ്ടസ്റ്റന്റ് അല്ലാണ്ട് വന്നാലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന് ഇങ്ങനത്തെ ഒരു പാട്ട് പാടി വരാൻ പാടില്ല. അതിനുള്ള ഒരു, അല്ലെങ്കിൽ ഇവരോടൊക്കെ ചോദിച്ചിട്ടായിരിക്കണം നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് വന്നിരുന്നെങ്കിൽ എന്തൊരു സുഖം ഉണ്ടായിരുന്നില്ലേ? നല്ലൊരു വേദിയല്ലേ ഈ പാട്ട്. പിന്നിയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാ പാ ശരിക്കും ചേർന്നില്ലെങ്കിൽ സാപ്പാട് കിട്ടില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. സർ അതുകൊണ്ടല്ല സർ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഒരു സീസൺ ഇദ്ദേഹം ഇവിടെ നിന്ന് ഹോസ്റ്റ് ചെയ്തതാണ്. അതിന്റെ ഗുണം കൊണ്ടാണ് സർ ഇപ്രാവശ്യം ഞാൻ വന്നത്. വെറൈറ്റി ആയിക്കോട്ടെ. സാറിന്റെ ഒരു പാട്ട് ഞാൻ പാടിയ പിണക്കം മാറോ? പാടിയാൽ പിണക്കം മാറാന്ന് പറയാൻ പറ്റില്ല, പിണക്കം കൂടാണ്ട് പാടിയാ ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. കുറെ നാളുകൾക്ക് ശേഷം കണ്ടതാ. ഒന്ന് ഇങ്ങോട്ട് നീങ്ങുന്നു. എന്താ ഇതെന്ത് ഇവിടെ ഷൈൻ ചെയ്യാൻ കയറി വന്നേക്കണേ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ വരുന്നു. ഇവിടെ ഞാൻ ഷൈൻ ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ? എടാ, കഴിഞ്ഞ പ്രാവശ്യം നീ ശരിയായില്ല. പിന്നാലെ വന്നോണ്ടിരിക്കുന്നത്. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ടാ ഞാൻ വന്നത്. മൂവിയിൽ പാട്ടുപാടാൻ അവസരം കിട്ടുന്നു വിചാരിക്കണ്ട. അതെനിക്കിപ്പോ ഓൾറെഡി എന്നെ ബിസ്ക്കറ്റ് അല്ല ബ്ലിസ്റ്റേഴ്സ് ആ സാധനം വന്നല്ലേ, എന്തിനിപ്പോ വീണ്ടും പാടാൻ വന്നേ? സർ അത് പറഞ്ഞപ്പോഴാ ഒരു ഡിസ്ക്ലൈമർ പറയാനുണ്ട്. പാട്ട് പാടുന്നതിന് മുമ്പ് ഞാൻ ആ 13 കൊല്ലത്തെ എന്റെ പാട്ട് ജീവിതം നിർത്തിയ പിന്നിലൊരു കഥയുണ്ട് സർ. അതായത് എന്റെ വോക്കൽ കോഡിന് ചെറിയ ബ്ലിസ്റ്റേഴ്സ് വന്നു. ഞാൻ അങ്ങനെയാണ് പാട്ട് നിർത്തുന്നത്, പാട്ട് പാടൽ നിർത്തുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയ വെള്ളി വീഴ്ചകളും ഏറുവരലൊക്കെ ഉണ്ടാവും. ഇത് എക്സാമിന്റെ തലേന്ന് ഫ്ലൂ വന്നു പറയില്ലേ, അതേപോലത്തെ ഒരു കഥയാണ് സാർ. മീനാക്ഷി ഇപ്പൊ 13 വർഷം സംഗീതം പഠിച്ചാണെന്ന് പറഞ്ഞു അല്ലേ? ഈശ്വര അത്രയും സംഗീതത്തിനോട് താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് നമുക്ക്
സാർ 20 വർഷം പാട്ട് കേട്ട ഞാനപ്പോ ആരായി സാർ? ഞാൻ ആരായി സാർ? ഈ കുട്ടിയായിട്ട് ഒത്തുപോയില്ല. എനിക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പാസ്റ്റ് ഉണ്ട് ഈ സർ കുട്ടി. അതിനൊരു കാരണമുണ്ട് സർ. ഞാൻ എവിടെ ഏത് സ്റ്റേജിൽ ചെന്ന് ഷൈൻ ചെയ്താലും ഡെയിൻ അത് ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. കുറച്ച് നേരം പ്ലാസ്റ്റർ ഒട്ടിച്ചവിടെ നിൽക്കും. അല്ല, ഡയൻ ഒരു കാര്യം ചെയ്യും, ഡയൻ കൂടി ജഡ്ജ് ചെയ്യണം പാട്ട് പാടുമ്പോ. അയ്യോ, അത് വേണം. ആ കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം. ശരിക്കും പറഞ്ഞു അങ്ങനൊന്നല്ല പാട്ട് തുടങ്ങണം. മേമേ അയ്യോ അയ്യോ, ശ്രുതി കേൾക്കുമ്പോ ഒന്നും കേട്ടിട്ട് പോലും ഇല്ല. സാർ ഒരു മിനിറ്റ്, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. വെറുതെ പറ്റില്ല, ടെൻഷൻ എടുപ്പിക്കുന്നു കുന്തം. ഇച്ചിരി വെള്ളം തായോ ആരെങ്കിലും. വെള്ളം ചേട്ടാ ഞാൻ എന്ത് പാടുന്നു അത് കേട്ടോ. ഞാൻ എന്ത് പാടുന്നോ അത്. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ചേട്ടാ വെള്ളി വീണ നമ്മൾ ഒന്നുകൂടെ പോകും കേട്ടോ. കണ്ടോ, നോർമലായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. പോട്ടെ. ഹ, അത് ശരി. നീ നീ 1 2 3 സ്റ്റാർട്ട്. നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. നീ എൻ സർഗ സൗന്ദര്യമേ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു. മനോഹരമായിട്ട് ഈ പാട്ട് ഇങ്ങനെയും പാടാമെന്ന് ഈ കുട്ടി നമ്മളോട് കാണിച്ചു. അപ്പൊ വേറെ രീതിയിൽ അല്ലല്ലല്ല, അത് നന്നായി പാടുന്നത് വേറെ സാർ ഒരു രീതി. മിനിറ്റ്, സാർ എന്നെ ഇതിനകത്ത് style കോംപ്ലിമെന്റ് വേറെ ചെയ്തതാണോ എന്നെ രീതി. കളിയാക്കിയതാണോ? തമാശ പറഞ്ഞതല്ല. തമാശ പറഞ്ഞല്ല കാര്യം. എന്ത് വേറൊരു വെർഷൻ, ആള് വേറെ ഉല്ലുകാരനാ. കൗണ്ടർ ഏത് വഴിക്ക് ഒരേ വരുമെന്ന് പാട്ട് പറയാൻ തന്നെ പറ്റില്ല. പല വെർഷൻ. അതിന് വേറൊരു ഫീല് സംഗീതമല്ല ഞാൻ പറഞ്ഞ, അതിന് വേറൊരു ഫീല് കൊടുത്ത് പാടി. പാടിയല്ലേ. ഞാൻ 9ാം ക്ലാസ്സിൽ നിർത്തിയതാണ് പാട്ട്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു പ്രശ്നം എനിക്ക്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ 13 വർഷത്തെ കണക്ക് ശരിയാവില്ലല്ലോ? ഒന്ന് പറഞ്ഞേ. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 14 വയസ്സ്. അല്ലല്ല 9 സോറി പ്ലസ് വൺ ഞാൻ ഉദ്ദേശിച്ചു. പടി വളയുടെ സത്യം. ഞാൻ ഒരു കാര്യം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് വോക്കൽ കോഡിന് ഈ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു എനിക്ക് പാട്ടിനുള്ള എന്തോ ബിസ്ക്കറ്റോ എന്തോ സാധനം. ബ്ലിസ്റ്റേഴ്സ് എന്നൊരു വാക്കുണ്ടോ? നോട്ട് ബ്ലിസ്റ്റേഴ്സേ ഉള്ളൂ. ഇല്ല, ഡോക്ടേഴ്സ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി എങ്ങനെ കഴിവില്ല മോളെ പാട്ട് പാടണ്ടെന്ന് പറയാ. അപ്പൊ ഡോക്ടർ ഒരു പേരിട്ട് കൊടുത്തു. ഒരു കാര്യം ഞാൻ പറയണ്ടേ, തമിഴ്നാട്ടില് വലിയ താരമായി വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ മീനാക്ഷി. മീനാക്ഷി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് വലിയ സംഭവം. കാരണം എന്താ, മലയാളത്തിൽ നിന്ന് ഓടിപ്പിച്ചേ. മലയാളത്തിലുള്ളവര് ഞെട്ടി വിറച്ച് നിന്നിട്ട് ഇനി തമിഴ്നാട് ഡെയ്നെ, ഓ എന്തിനാ നീ വന്നേ? അതെല്ലാരും ചോദിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ 2 പേരുണ്ടല്ലോ. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഈ പരിപാടി പ്രോഗ്രാം പെർഫോം ചെയ്യാനുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാ. എന്റെ പ്ലാൻ മൊത്തം പക്ഷെ പൊളിഞ്ഞില്ലേ? ഞങ്ങൾക്ക് 2 പേരും വേണം കുട്ടി. 2 പേരും വേണം. ഞങ്ങള് ജോഡിയായിട്ട് നല്ല രസമുണ്ട്. എനിക്ക് അത്ര വലിയ രസമായിട്ട് തോന്നുന്നില്ല. നമ്മള് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വരമ്പ് വെട്ടി തലയായിട്ട് ഇവിടെ കേറി വന്നിട്ട് നിനക്ക് അവളെ കണ്ടപ്പോ തുടങ്ങി പ്രശ്നം. അതെ, പ്രശ്നമാണ്. എന്ത് കുസുമ്പാ. ശരി, ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ 2 പേരും കൂടി ഈ പരിപാടി അവതരിപ്പിക്കണമെന്നാണോ? തീർച്ചയായിട്ടും. ഈ ഷോയിലൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ വേറെ ഷോയിലൊക്കെ സാധാരണ ഇപ്പം എന്താ പെൺകുട്ടികളൊക്കെ വരുന്നു ഡെയിനും നോക്കാം. ഈ ഷോയിൽ അത് പ്രശ്നമാണ്. പുറകെ ഭർത്താക്കന്മാര് നിൽക്കണ്ടേ ആക്ടി എപ്പോ ഈ മത്സരാർത്ഥികളുടെ പെങ്ങന്മാര് അനിയത്തിമാരുണ്ടാവും. ഞാൻ കണ്ടതാണല്ലോ. ഫാമിലി മെമ്പേഴ്സ് വരാറുണ്ട്. ഡെയിൻ ഒന്നും കാണാതെ ഒരു വേദിയിൽ കടന്നില്ലാതെ കുട്ടിക്ക് അറിയില്ല ഇത്ര നാളായിട്ട്. ഓക്കെ, അപ്പൊ മീനാക്ഷി, നൈസ് ടു മീറ്റ് യു. അപ്പൊ എന്തായാലും മ്യൂസിക്കൽ വൈഫിന്റെ ഈ ഒരു ഷോ നമുക്ക് വൈബാക്കാം. പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ ഒരു ഷോ മുമ്പോട്ട് കൊണ്ടുപോകാം.
ഒരു പഞ്ച് ഡയലോഗ് അടിക്കാനായിരുന്നു. ആ, അത് okay, പറഞ്ഞോട്ടെ. okay, please. മ്യൂസിക്കൽ വൈഫ് ഇതല്ലേ വൈബ്. അങ്ങനെ മതി അല്ലേ? ഓക്കെ ഓക്കെ. ഓഡിഷൻ തുടങ്ങുന്നതിനും നമ്മുടെ ഒരു ഫൈനൽ ഓഡിഷൻ പരിപാടിയാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇത് തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ്, ഒരു സ്പെഷ്യൽ ചടങ്ങ് നടക്കാനുണ്ട്. അതായത് നമ്മള് പാട്ടുകൾ പാടുന്നത് എവിടെയാണ്? സിനിമയില്. അതെ. അപ്പൊ നമുക്ക് ഏറ്റവും പുതിയ സിനിമയായ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന പടത്തിന്റെ വിശേഷങ്ങളുമായി ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട താരങ്ങളായ ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട് ആൻഡ് ശ്യാം. അപ്പൊ മീനാക്ഷി, എന്തോ നമ്മൾ നേരത്തെ സ്വാഗതം ചെയ്ത പോലെ തന്നെ നമ്മളുടെ 3 ഗസ്റ്റുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. പെറ്റ് ഡിറ്റക്റ്റീവ് അതാണ് പുതിയ വിശേഷം അല്ലേ? അതെ, പെറ്റ് ഡിറ്റക്റ്റീവ്. ആരിൽ നിന്ന് തുടങ്ങാം? ഷർഫുക. നമുക്ക് producer cum actor. അതെ. ഷർഫുക, തുടങ്ങി. എന്താണ് പടത്തിന്റെ വിശേഷങ്ങൾ? ഈ സിനിമ ചെയ്യാൻ തയ്യാറായപ്പോ നമ്മളുടെ ഒരു ഐഡിയ ഒരു കൊമേഴ്ഷ്യൽ ഒരു ക്ലീൻ എന്റർടൈനർ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനത്തെ ഒരു സിനിമയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, കുറെ പേരുണ്ട്. പ്രനീഷ് വിജയനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ ഇപ്പോ എന്താ പറയാ, കുട്ടികൾക്ക് ഇഷ്ടമാകാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് ജിം ക്യാരിയുടെ ഐസ് വെഞ്ചർ ഇറങ്ങിയ പോലെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു സിനിമ പോലെയല്ല, ഇപ്പോഴത്തെ ഒരു സിനിമ പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊരു പ്രൊഫഷണലി പെറ്റ് ഡിറ്റക്റ്റീവ് ആണ് പുള്ളി. ചെറിയ അറിയാലോ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അങ്ങനെ അത് ശരിക്കും കേരളത്തിൽ ഇല്ല. അപ്പൊ ഇതിന് ഒരു കാരണമുണ്ട്. പണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു പെറ്റ് ഇങ്ങനെ മിസ്സായതിനെ തുടർന്നുണ്ടായ ഒരു ഇവന്റിലാണ് നമുക്ക് അങ്ങനെ ഒരു സിനിമ സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെ തുടങ്ങിയ കഥയാണ്. അപ്പം സിനിമ ഇപ്പോൾ എന്താ പറയാ, കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ വന്ന് കണ്ട് ചിരിച്ച് സന്തോഷമായിട്ട് പോകാവുന്ന ഒരു ക്ലീൻ എന്റർടൈനർ, അതാണ് സിനിമ. ഓക്കെ. ഇനി വിനയ് ചേട്ടാ, എന്താണ് വിനയ് ചേട്ടനെ കാണുമ്പോ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, എപ്പോഴും ചിരിച്ചോട്ടായിട്ട് എപ്പോഴും നിൽക്കുള്ളൂ. വിനയ് ചേട്ടാ, എന്താണ് സിനിമയിലെ ക്യാരക്ടർ? എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങള്? സിനിമയില് രസയുടെ ക്യാരക്ടറാണ്. ആസ് യൂഷ്വൽ നമ്മള് ലൈഫിലും സിനിമയിലൊക്കെ ചെയ്യുന്ന പോലെ ഷറഫ് ഞാനും എപ്പോ വന്നു കഴിഞ്ഞാലും ഞങ്ങള് 2 ധ്രുവങ്ങളായിരിക്കും. അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളെ അപ്പീൽ ചെയ്യുന്ന തരത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഷർഫുക്ക് ഒരു ആക്ടറായിട്ട് വിനയ് ചേട്ടൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസറായിട്ട് കണ്ടപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഷർഫുക്കയിൽ വന്നിട്ടുള്ളത്? കുറച്ചുകൂടെ സീരിയസ് ആയോ? എന്റെ പൈസ കളയരുത്. ഒരു സീരിയസ്നെസ്സും ഇല്ല. പൈസ ഭയങ്കര റിലാക്സ്ഡ് പ്രൊഡ്യൂസർ ആയിരുന്നു. ഞാൻ തന്നെ നോക്കും. കാര്യം പെറ്റ് ഡിറ്റക്റ്റീവ് ഒരു ചെറിയ ക്യാൻവാസിൽ ചെയ്ത സിനിമയല്ല, ഇത് ഹ്യൂജ് ആണ് ശരിക്കും. മലയാള സിനിമ അമ്മ അസോസിയേഷൻ ഉണ്ടല്ലോ, അതിന്റെ പകുതി ആളുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാരും വിളിക്കും. എല്ലാവർക്കും അത്യാവശ്യം പൈസ കൊടുത്തിട്ട്. അതാണ് ഇയാളെ സംബന്ധിച്ച ഏറ്റവും നല്ല കാര്യം. അതിന്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇയാളെ എല്ലാവർക്കും പൈസ കൊടുത്ത് അഭിനയിപ്പിച്ചതിന്റെ അങ്ങനെ ആളുകൾ നന്നായി പണിയെടുത്തു, അപ്പൊ സിനിമ നന്നായി വന്നു എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ശരിക്കും ഇത് വലിയൊരു സ്റ്റാർ ഇല്ല, ഇയാളാണ് നായകൻ കേട്ടോ. അത്തരം സിനിമകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഇത് വീഗാലാൻഡിൽ വണ്ടർലാൻഡിൽ എന്തോ 15-20 ദിവസം ഷൂട്ട് ചെയ്ത് ചങ്ങായി. അങ്ങനെ വലിയ ക്യാൻവാസിൽ എടുത്തിരിക്കുന്ന ഒരു പടം. അതുകൊണ്ടാണ് ഇത് വിഷ്വലി ഇത്ര അപ്പീലിങ്ങും, അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു കമേഴ്ഷ്യൽ സ്കെയിൽ കാണാൻ പറ്റും നമുക്ക് സിനിമ കാണുമ്പോൾ. ഷർഫുക്ക്, അപ്പൊ പ്രൊഡ്യൂസർ ആകാം എന്നുള്ള ഒരു വലിയ ധൈര്യം വന്നത്, ഞാൻ തന്നെ ഹീറോ ആവുന്നു, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ചെറിയൊരു കളിയാക്കലുണ്ടല്ലോ വിനയ് ചേട്ടൻ. ഞാൻ വിനയ് ചേട്ടൻ അവസാനിപ്പിച്ചെടുത്ത് ഞാനല്ല ശരിക്കും ലോകത്തിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച നടൻ. ഹീറോ ആയിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ തോന്നുവാണ്, ഓക്കെ എനിക്ക് ഈ ലാഭം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, അപ്പൊ എനിക്ക് കിട്ടുന്ന ഈ ലാഭം കുറച്ച് കൂടുതല്. അങ്ങനെയായിരുന്നോ ഈ സിനിമയിലുള്ള? പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലാഭം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇതിൽ നഷ്ടം എന്ന് പറയുന്ന കാര്യം കൂടി ഉണ്ട്. പക്ഷെ ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നതിന് കൃത്യമായ ഒരു കഥയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഒരു ദിവസം ഓൺ ആവുകയും കുറെ പേര് ഇതിന്റെ പുറകെ നിൽക്കുവാണ്. ഞാൻ തന്നെയാണ് ഈ സിനിമനെ ഒന്ന് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഇതിന്റെ ഒരു കോ പ്രൊഡക്ഷൻ, അപ്പം ഞാൻ ഇത് മൊത്തത്തിൽ ഇത് ചെയ്യുന്നല്ല, ഒരു മെയിൻ പ്രൊഡ്യൂസർ വരുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് ആ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം അനൗൺസ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ മമ്മൂക്കാനെയൊക്കെ കാണാൻ പോയി. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സിനിമ തുടങ്ങുവാണ്, അപ്പോൾ ഇതിൻ്റെ വൈകുന്നേരമാണ് ഇതിൻ്റെ അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ തിരിച്ച് നമ്മുടെ വൈറ്റില് ഫ്ലൈ ഓവർ എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ഒരു ഡിമാൻഡ് വെച്ചു. അത് വേറെ രീതിയിലുള്ള ഡിമാൻഡായിപ്പോയി. അപ്പം എനിക്ക് പെട്ടെന്നത് ഓക്കെ അല്ല. ഞാൻ പ്രനീഷിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രനീഷിനോട് ചോദിച്ചപ്പോൾ പ്രനീഷിനും അത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പടം
അപ്പൊ തന്നെ ഡ്രോപ്പ് ഡ്രോപ്പായി. ആവുന്നുള്ളൊരു വീണ്ടും എല്ലാവരും തിരിച്ച് അന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ എല്ലാവരും പടം ഡ്രോപ്പ് ചെയ്ത് പോവാണ് എന്നുള്ള റിയാലിറ്റി ആയി. എല്ലാ ADസും അതിൻ്റെ കൂടെ നിന്ന് എല്ലാവരും പതുക്കെ പ്രൊഡക്ഷൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്നൊരു സിനാരിയോ വന്നപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. എന്നെ കൊണ്ട് ഈ സിനിമ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എടോ ഞാനൊരു പരിപാടി ചെയ്യാൻ പോണ്, എന്നെ ബാക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു, കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ആ ഫ്രണ്ടിന്റെ ധൈര്യം അല്ലേ? അതെ അതെ. അപ്പൊ ഔസേപ്പച്ചൻ സാർ, ഞാൻ ആദ്യമേ പാടി വന്നൊരു പാട്ടില്ലേ, ആ പാട്ടും നമ്മുടെ ഈ നിൽക്കുന്ന ശ്യാമേട്ടനുമായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ട്. അതായത് ആ സിനിമയില് ശ്യാമേട്ടൻ ഒരു 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 തമാശയുള്ള ഒരു വില്ലനാ. ആ വില്ലന്റെ നാശം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പാടുന്ന ഒരു പാട്ടാണ്. അതാണ് ഞാൻ പാൽമണക്കത്ത് പാടിയിട്ടാ കയറി വന്നത്. അതന്നെ നാശം കണ്ടുകൊണ്ട് പാടുന്ന ഒരു പാട്ടാണ് ഇവിടെ പാടി വന്നത്. അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞു കേട്ടോ. അല്ലാണ്ട് സോറി, ഞാനത് എനിക്കത് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് കേൾക്കുന്ന ആർക്കും സഹിക്കാൻ പറ്റാറില്ല. ശരി, അപ്പൊ ശ്യാമേട്ടാ എങ്ങനെ ഇടരുത് ഇവിടെ പടത്തില് എങ്ങനെ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ചെയ്തത്. കാരണം ആ സമയത്ത് വേറൊരു പടത്തിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഡേറ്റ്സ് തീരെ ഉണ്ടായിരുന്നില്ല. അല്ല, ശരിക്കും കുറച്ച് ടൈറ്റ് ആയിരുന്ന സമയത്ത് ലിറ്ററലി അങ്ങനെ ചെയ്തത്. കാരണം അങ്ങനെ എനിക്ക് പറഞ്ഞ പോലെ പരിപാടി കേട്ടപ്പോൾ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഷറഫിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വിനയചേട്ടൻ. പിന്നെ പ്രേമം ടീമിന്റെ ഒരു റീയൂണിയൻ പോലെയാണ് ഈ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊക്കെ ഈ 2015 ആ സമയത്ത് ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ തിയേറ്ററിൽ പോയി പ്രേമം കണ്ട് രോമാഞ്ചടിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ ഒരു ടീമിന്റെ കൂടെ ഒരു പടം വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും, നിങ്ങൾ 2 പേരായിരുന്നു ആദ്യം, ഇപ്പൊ ശ്യാമുണ്ട്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് നടന്മാരാണ്. നുണയല്ല കേട്ടോ, ഉണ്ടാക്കി പറയുന്നതല്ല. എൻ്റെ സഹായത്തിൽ ഒരുപാട് പേര് കഥയ്ക്ക് വേണ്ടിയിട്ട് വരും, സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കിട്ടും, ഒരു ഡിസ്കഷന് വേണ്ടി വരും. ആ സമയത്ത് ഓരോ കഥാപാത്രങ്ങൾ ആരെ വെച്ച് ചെയ്ത് നിങ്ങളുടെ ഇദ്ദേഹം ആയിട്ടില്ല, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, നിങ്ങളുടെ 2 പേര് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് നടന്നിട്ടൊന്നുമില്ല. ഞാൻ പറയും ഷറഫ്ദീൻ ആണെങ്കിൽ ബെസ്റ്റ് ആണെന്ന് പറയും. ഷറഫ്ദീനെ കിട്ടില്ല, ഡേറ്റ് ഉണ്ടാവില്ല എന്നപ്പോ പറയും. വിനയ് ഫോർട്ട് ആണെങ്കിൽ ഗംഭീരം, വിനയ് ഫോർട്ടും ഡേറ്റ് കിട്ടില്ല, അങ്ങനെ പോവും. അപ്പൊ എന്റെ ഫേവറേറ്റ്സ് ആണ് നിങ്ങളെല്ലാം, ഇൻക്ലൂഡിങ് ശ്യാം നൗ. ഞാനും ഷറഫിന്റെ വലിയ ഫാനാണ്. ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഷറഫിന്റെ അടുത്ത്. നിങ്ങളുടെ ഈ സിനിമയിലെ പെറ്റിനെ കാണാതെ പോയിട്ട് കണ്ടുപിടിക്കുന്നതല്ലേ, അത് ഞാൻ ഉറപ്പായിട്ടും പോയി അത് കാണും. കാരണം എന്താന്ന് വെച്ചാൽ ഒരു പെറ്റിനെ കാണാതാവുമ്പോ നമ്മുടെ സങ്കടം ഞാൻ 3 മാസം അനുഭവിച്ചതാ. എന്റെ ഗോവിന്ദൻ 3 മാസം കാണാതെ പോയി. ആരാ ഗോവിന്ദൻ? ഗോവിന്ദൻ പൂച്ച പാട്ടൊക്കെ പാടും എന്റെ കൂടെ. അതൊക്കെ ഗോവിന്ദന്റെ കണ്ടിട്ടില്ലേ വീഡിയോസ് ഒന്നും? കാണാത്തോണ്ട് 3 ദിവസം മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. 3 മാസം ഞാൻ അവസാനം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച്, ഗണപതി എങ്ങനെയെങ്കിലും എന്റെ ഗോവിന്ദനെ തിരിച്ചു തരണമെന്ന്. ആ ഗണപതി ക്ഷേത്രത്തിൽ ആ ഗോവിന്ദൻ ഞാൻ ഇത് പോയി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം വന്നു എന്നുള്ളതാണ് ഗണപതി കോവിലില്. എന്നെ കണ്ടതും അപ്പൊ ഞാൻ പാട്ട് പാടി എന്നെ ഭയങ്കര കെട്ടിപ്പിടുത്തു. അവിടെ നിന്ന ആൾക്കാരൊക്കെ കണ്ണു നിറഞ്ഞ് കരഞ്ഞു. കാരണം എന്റെ സങ്കടം എല്ലാരും കണ്ടതാ ആ ഏരിയയിലുള്ള. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ഉറപ്പായിട്ടും എങ്ങനെയാ കണ്ടുപിടിച്ചത്, അതൊക്കെ എനിക്ക് കാണാൻ ഇപ്പൊ ഭയങ്കര ഒരു ജിജ്ഞാസു വന്നോണ്ടിരിക്കുക. പെറ്റ്സ് വന്നിട്ടില്ലേ ഇതിന്റെ കൂട്ടത്തില്? വന്നിട്ടുണ്ട്. ഈ മെക്കാവു നമ്മുടെ അഭിനയിച്ച ആക്ടറാണോ? ആക്ടറാണ്, സെലിബ്രിറ്റി ആണ്. ഒപ്പം ഓക്കെ. അപ്പൊ നമ്മുടെ തത്തമ്മേനെ കൊണ്ടൊരു വെൽക്കം. കടിക്കുന്നു മുള്ളി. ഒറിജിനലാണ്. ഷർഫിന്റെ തലക്കേറി ഡാൻസ് ചെയ്യുന്നു. മക്കാവിന്റെ നേരെ ശ്യാമിന്റെ അടുത്തേക്കാണല്ലോ. മക്കാവിന്റെ പേര് ശരിക്കും മക്കു. ഓ, ഇതൊക്കെ ട്രെയിൻഡ് ആണോ ഷർഫെ? പക്ഷെ ട്രെയിനർ പറയണോ അനുസരിക്കണേ. ഒന്നുമില്ല മോളെ, ഞാൻ ചുമ്മാ ഒന്ന് തൊടുന്നേ ഉള്ളൂ. കൊത്തല്ലേ. നമ്മളെ കടിക്കുവോ? ഇല്ലല്ലോ. ഹായ് മക്കാവ്. ഇപ്പൊ പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ നേരത്തെ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ മൂവിയില് ബേസിലൊക്കെ ബേസിലേട്ടൻ ഇങ്ങനെ പറഞ്ഞത്, ആനിമൽസിനെ വെച്ച് ഇപ്പൊ നമ്മുടെ മനുഷ്യന്മാരുടെ മൂഡ് പോലെ അല്ലല്ലോ. ഇപ്പം മൃഗങ്ങൾക്ക് ഓരോ മൂഡുണ്ട്, അവർക്ക് ഓക്കെ ആണെങ്കിലേ അവര് വന്ന് അഭിനയിക്കുള്ളൂ. ഇവിടെ മൃഗങ്ങളെ വെച്ച് അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറെ സീൻസ് ഉണ്ടായിരുന്നു, പെറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, കുറെ സീൻസ് ഉണ്ടായിരുന്നു. എന്താ പറയാ, അത്ര ഇത് ചെയ്യാത്തൊരു പെറ്റിനെ കുറിച്ചാണ് സിനിമയുടെ അന്വേഷണം മൊത്തം. അപ്പോ അതുകൊണ്ട് ആ ഏരിയയിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ സോങ് ഷൂട്ടുകളും
അല്ലാത്ത ഇപ്പൊ വേറൊരു ഗസ്റ്റും കൂടി ഉണ്ട് ഇവിടെ. അയാളൊക്കെ ഭയങ്കര പ്രശ്നം. മൂടുണ്ടെങ്കിൽ മാത്രമേ കെവിനെ വിളിക്കാവോ. കെവിൻ അദ്ദേഹം ഇച്ചിരി മൂടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളായിരുന്നു. ഐ തിങ്ക് ചാമ്പ്യന്റെ കുഞ്ഞല്ലേ കെവിൻ? എനിക്കറിയാം, ഞാൻ എന്റെ പെറ്റിനെ ഗ്രൂം ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകാറുണ്ട് കെവിന്റെ. മെയിനാട്ടോ ഭയങ്കര ആറ്റിറ്റ്യൂഡാ. കെവിനോട് എല്ലാരും ഹായ് പറഞ്ഞില്ലേ? നമുക്ക് കെവിനെ തിരിച്ചു കൊടുത്താലോ? ഈ പെറ്റ്സ് വെച്ച് ഈ സ്റ്റേജില് ഈ വക അഭ്യാസങ്ങളാണെങ്കിൽ സിനിമയിൽ എന്തൊക്കെ അഭ്യാസങ്ങൾ ഉണ്ടാവുക? ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പെറ്റ്സിന്റെ കണ്ടിന്യൂറ്റി അടക്കം ഒരുപാട് പ്രശ്നമുണ്ട്. ഈ കെവിനൊക്കെ മൂടുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. പിന്നെ ഹസ്കി ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പറഞ്ഞ പോലെ അതിന്റെ സ്ഥലമേ അല്ല, അതിനെ നേരെ AC കൊണ്ടുവന്ന് നേരെ AC ക്യാരവൻ സൗകര്യങ്ങളിലായിരുന്നു ഹസ്കിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ പുറത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ അതിലും വലിയ കോമഡി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതിലെ ഒരു വില്ലൻ ഉണ്ട്. വില്ലന് പക്ഷെ ഇതിനെല്ലാം പേടിയാ. അപ്പൊ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ പേടിയും കൂടി മാനേജ് ചെയ്യണം. അത്രയും അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു പെറ്റ്സിനെ കൊണ്ട്. പക്ഷെ എന്താ പറയാ, ഇപ്പൊ സിനിമയില് ഇതല്ല, ഒരു സോങ്ങിലെല്ലാം വരുന്നുണ്ട്, എല്ലാ പെറ്റ്സും വരുന്ന ഒരു സോങ് ഒക്കെ ഉണ്ട്. അപ്പൊ അതില് ഓൾമോസ്റ്റ് എല്ലാ എക്സോട്ടിക് പെറ്റ്സിനെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും തിയേറ്ററിൽ തന്നെ നമ്മുടെ ഈ സിനിമ കാണാൻ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. എന്തായാലും കാണുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സീറ്റിലോട്ട് കുറച്ച് പരിപാടികൾ നിങ്ങൾ ഗസ്റ്റ് 3 പേരും നാലാമനായ കുഞ്ഞൻ ഗസ്റ്റും എല്ലാരും നമ്മുടെ സീറ്റിലോട്ട് ഇരുന്നോളൂ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മത്സരം തുടങ്ങാം അല്ലെ? മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ നമ്മുടെ പെറ്റ് ഡിറ്റക്റ്റീവ് ടീമിന് വലിയൊരു സ്വാഗതം. താങ്ക് യു. പ്ലീസ് ടീം, ആരാ വീണേക്കുന്നത്? അത് വീണതല്ല, എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ സാർ. അവിടെ അല്ല, ഇവിടെ സാർ, ഞാൻ രഹസ്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫ്ലവേഴ്സിലെ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലാണ് ഈ പടത്തിന്റെ പ്രൊമോഷൻകാർ വന്നിട്ടുള്ളത്. പുള്ളിനെ ഞാൻ ആ പടത്തിന്റെ പേര് പെറ്റിട്ട് ഡിറ്റക്റ്റീവ്. അത് പുല്ലെന്റെ പല്ല് തെറിച്ചു പോകല്ല. അതാണ്. അല്ല, അത് പടം വിജയിക്കും. പക്ഷെ അതല്ലല്ലോ നിയമപരമായിട്ട് ഞാനല്ലേ പെറ്റ് ഡിറ്റക്റ്റീവ്. അപ്പൊ എന്റെ അടുത്ത് പറയണ്ടേ, നിയമപരമായിട്ട് അവർ തെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണം. അത് മാത്രമല്ല, എനിക്ക് വേറെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഒരു ഡിമാൻഡ് വെച്ചെന്ന് പറഞ്ഞു. ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേഷം തരിക എന്നാണ്. ആ വേഷമാണ് വിനോയ് ഫോർട്ടിന് SI ആയിട്ട് കൊടുത്തത്. അത് ഞാൻ പിടിച്ചോളാം. അതല്ല, നിങ്ങൾ എവിടേക്ക് നീന്തി പോകുന്നേ? നിങ്ങളെന്താ കിടക്കുന്നത്? ഒരു മിനിറ്റ്, ആരാ? ഞാൻ കേരളം അറിയപ്പെടുന്ന അത് തെറ്റിപ്പോണല്ലോ. അപ്പൊ ഞാനാണ് ഈ അന്വേഷണം. മക്കുവിന്റെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിക്കാനുള്ളതല്ല, മക്കു കഴിച്ചത് കഷ്ടിച്ചത്. ശരി. അല്ല, ഇവിടെ അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. കേരളത്തിലെ ഇത് കളവ് പോയിരുന്നാലും ശരി, അത് ഓടിപ്പോയിരുന്നാലും ശരി, അത് പെറ്റ് പോയി കഴിഞ്ഞാൽ ഞാനാണ് അതിനെ കണ്ടുപിടിക്കുന്നത്. വീട്ടിലെ പെറ്റ് പോയി കഴിഞ്ഞാൽ ഡിമാൻഡ് വെച്ച പ്രൊഡ്യൂസർ കർണാടക ഉരി നോക്ക്. ഹലോ, എന്താണ് കേസ്? എന്താണ്? മറ്റേ നിസാമുദ്ദീൻ അല്ലേ? നിസാമുദ്ദീൻ എക്സ്പ്രസോ? അല്ലല്ല, മറ്റേ അത് രാത്രി നസറുദ്ദീൻ ഷാ. അതല്ലത്, ഇത് ഷറഫുദ്ദീൻ. അസറുദ്ദീനാ? അതെ അതെ, നമ്മൾ തമ്മിൽ വരേണ്ട ഇത്തിരി കാര്യമുണ്ട്. എന്താണ്? അല്ല, അത് കാര്യമുണ്ട്. നിയമപരമായിട്ടല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്കത് മേളോട്ട് കംപ്ലൈന്റ് ചെയ്യണമല്ലോ. അല്ല, നിങ്ങൾ കുറെ നേരം ഈ പറയുന്ന നിയമപരമായിട്ട് നേരിടും. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് എന്തെന്ന് പറഞ്ഞാൽ, ഇത് കേരളത്തിൽ അന്വേഷിക്കുന്ന ഒരാൾ ഞാൻ മാത്രമാണ്. അപ്പൊ എന്റെ അടുത്തോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തോ പറയാതെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി അവർ സിനിമ ചെയ്തു. അതിനുള്ള അവകാശം, അതിനുള്ള അധികാരം ആര് കൊടുത്തു എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് മാത്രമല്ല, ഞാൻ തിരക്കുള്ള ഒരാളാണ്. കാരണം എപ്പോ എല്ലാം കണ്ടുപിടിക്കുന്ന ഒരാള് ഞാൻ. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സാധനം എനിക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഓർഡർ കിട്ടി. എന്തായിരുന്നു? ആ ഒരു ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരു പൂച്ച. ആ പൂച്ചയുടെ അന്വേഷണം എനിക്ക് കിട്ടിയപ്പോ ആ പൂച്ച അവസാനം ഞാൻ 1.5 മാസത്തെ അന്വേഷണത്തിന് ശേഷം അതിനെ കണ്ടുപിടിച്ചത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചപ്പോ ആ പൂച്ചയുടെ ഞാൻ ചോദിച്ചു എന്താണ് ഓടി പോവാൻ കാരണം എന്ന് പറഞ്ഞപ്പോഴും ആ പൂച്ച കരഞ്ഞോണ്ട് പറഞ്ഞു, പിന്നെ പൊന്നു സാറേ, ഇവര് അമ്മയും മക്കളും ശിവാനി എല്ലാരും കൂടെ വളഞ്ഞിരുന്ന് മീൻ വറുത്തത്
ചിക്കൻ ഫ്രൈ അതെല്ലാം കൂടെ കഴിക്കും. ഞാൻ ഒരാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു മീനിന്റെ മുള്ളോ ഒരു കലിയപ്പിന്റെ പീസോ തരില്ല. വളഞ്ഞിരുന്ന് കഴിക്കും. മിണ്ടാപ്രാണിയാണെങ്കിൽ ഞാനൊരു ഉയരമുള്ളല്ലേ എന്ന് ഈ പൂച്ച എന്റെ അടുത്ത് പറഞ്ഞു. അല്ല അത് സത്യമായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് അതിന് കൊടുക്കണ്ടേ? അതും ഒരു ജീവിയല്ലേ? അല്ല ഗണപതി ക്ഷേത്രത്തിൽ ഗോവിന്ദനെ കൊണ്ട് വിട്ടത് ചേട്ടനാണോ? കിട്ടിയെന്ന് പറഞ്ഞു. അതിന്റെ കഥകളൊക്കെ പിന്നെ പറയാം. അപ്പോ ഇതാണ് എനിക്ക് എന്റെ ഡിറ്റക്റ്റീവിന്റെ അന്വേഷണം. എനിക്ക് അതിന്റെ റിപ്പോർട്ട് മേളിലോട്ട് കൊടുക്കണം. അപ്പൊ താങ്ക് യു സോ മച്ച് ട്ടോ. ആന്ധ്രാപ്രദേശിൽ നിന്ന് ഗോവിന്ദനെ കണ്ടുപിടിച്ച് ഗണപതി കോലി കൊണ്ടുവിട്ടേനെ. ഞാനേ എനിക്ക് അന്വേഷണം കിട്ടി. അല്ല അപ്പൊ അവൻ ഇതൊന്നും പറഞ്ഞില്ലേ? ആക്ച്വലി ഈ മീനൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല. അതല്ല, വേറെ കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു. ഓ, പാട്ട് പഠിപ്പിക്കുന്നതാണോ? വേറെ അതല്ലാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് നമുക്ക് പിന്നെ പേഴ്സണലി സംസാരിക്കാം. ശരി, ഓക്കെ. ഒരു മിണ്ടാപ്രാണിയാണെങ്കിൽ അത് പറയാത്ത കുറെ കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത്. ഹലോ ഒരു മിനിറ്റ്, വലിയ പരിപാടി അതെ, നമ്മളിപ്പോ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ പുതിയ ഷോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഫ്ലവേഴ്സിൽ ഇപ്പൊ തുടങ്ങിയ ഒരു പരിപാടിയിൽ ഇവർ വന്നത് കൊണ്ട് എനിക്ക് റിപ്പോർട്ട് മുകളിലോട്ട് കൊടുക്കണ്ടേ? ഞാനല്ലേ പെറ്റി ഡിറ്റക്റ്റീവ്. അതെങ്ങനെ നിങ്ങൾ എങ്ങനെ തെളിയിക്കാൻ പോകുന്നത്? പെറ്റി ഡിറ്റക്റ്റീവ് നിങ്ങൾ ഏത് ഓഫീസിലാണ്? ഞാൻ വരൂ പറയാം. ആ കിളിയെ കൂടെ കൊണ്ടുവരൂ. കിളിയൊന്നും അല്ലത്, കിളി. പറയൂ, നിങ്ങൾ ഏത് ഓഫീസിലാണ്? ഏത് ഓഫീസിലാണ്? ഞാൻ അവിടുന്ന് വന്ന ഓഫീസ്. ഏത് ഓഫീസ്? തന്റെ അവിടുന്ന് ഗേറ്റിൽ അല്ല, അവിടുത്തെ ഓഫീസ്. ഏത് ഓഫീസ് പറയൂ? വില്ലേജ് ഓഫീസോ, പോസ്റ്റ് ഓഫീസോ, ഏത് ഓഫീസ്? പിന്നെ ഇത് ഫോറസ്റ്റില്. പോലീസാ? ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്? അല്ല, അതെ, ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് യു ആർ അണ്ടർ അറസ്റ്റ്. യു ആർ അണ്ടർ അറസ്റ്റ്. ഞങ്ങളടുത്ത് ചോദിക്കാതെ, ഞങ്ങളുടെ അനുവാദമില്ല, നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? ഈ പാവപ്പെട്ട മിണ്ടാപ്രാണികളെ. വാറണ്ട് ഉണ്ടോ? വാറണ്ട് ഉണ്ടോ? ഇനിയിപ്പോ ഈ സമയത്ത് ഇനിയിപ്പോ എവിടെ ആർട്ടിൽ ആരെങ്കിലും അടുത്ത എവിടെയെങ്കിലും ബാറുണ്ടോ? അല്ലെ, നിങ്ങൾ ആരെങ്കിലും ഒരു വാറണ്ട് ഉണ്ടെങ്കിൽ തടയ. വാട്ട് ഈസ് ദി റീസൺ? വൈ ആർ യു അറസ്റ്റിംഗ് മീ? വൈ? അല്ല, ആ രീതിയിലൊക്കെ സംസാരിക്കണമെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ആ രീതിയിൽ ഉത്തരം പറ ചോദിച്ചതിന്. പിന്നെ ശരി, എങ്കിൽ അങ്ങനെയാണ്. എന്തെങ്ങനെ? നിങ്ങൾ പടം ഹിറ്റാവും. അല്ല, അത് ഞങ്ങൾക്ക് അറിയാം. ബാക്കി ഉത്തരം പറ. ഇംഗ്ലീഷ് അറിയില്ല, പടം ഹിറ്റാവും, സൂപ്പറാവും, അടിപൊളിയാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണ് യഥാർത്ഥ ഡിറ്റക്റ്റീവ് എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾ ഇപ്പൊ എന്നെ കാണുമ്പോ അറിയാലോ ഡിറ്റക്റ്റീവ് ആണ്, അതിന്റെ ഒരു പവർ ഉണ്ട്, അതിന്റെ ഒരു വെയിറ്റ് ഉണ്ട്. അത് പറയാൻ പറ്റില്ല. ഇതിപ്പോ പള്ളിയിൽ അച്ഛനാണോ ആരാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ. തെളിയിക്കണോ? തെളിയിക്കൂ. എന്റെ ടീമുണ്ട് ഇവിടെ. ഓഹോ, അത് മാത്രമല്ല, ഞങ്ങളൊക്കെ അനുവാദം ചോദിക്കാൻ. മക്കളെ, ഇപ്പൊ പറയൂ, ആരാണ് പെറ്റ് ഡിറ്റക്റ്റീവ്? പക്ക സൂപ്പറായിട്ട് ആണോ? ആര്? നല്ലൊരു ഐഡിയ എടുത്തേ. എന്തിന്? ഹലോ, ആൾമാറാട്ടത്തിന് തനിക്കെതിരെ കേസുണ്ട്. കേരളത്തിലെ ഏക പെറ്റ് ഡിറ്റക്റ്റീവ് ഞാനാണ്. എന്റെ പ്രാങ്ക് വിജയിച്ചിരിക്കുകയാണ്. പ്രാങ്ക് വിജയിച്ചിരിക്കുകയാണ്. ഭ്രാന്താണെന്ന് എനിക്ക് ഇത് വിജയിച്ചിരിക്കുകയാണ്. കാരണം ഈ പ്രൊമോഷന് വിളിച്ച സമയത്ത് ഇവിടുത്തെ ക്രൂവിന്റെ ഡയറക്ടർ എല്ലാവരും കൂടെ വിളിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ ആ ഡ്രസ്സും കൂടെ ഒന്ന് കൊണ്ടുവരണം. ഇല്ല, ഞാൻ എന്റെ ഓൺ ഡ്രസ്സിലേ വരുള്ളൂ. അങ്ങനെ ആ ഡ്രസ്സ് ഇടിക്കാനുള്ള ഒരു പ്രാങ്ക് ഡയറക്ടർ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പോഴേ അതെ, ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ എന്ത് സാധനം ആണ് കണ്ടുപിടിക്കോ? എന്താണെങ്കിലും കണ്ടുപിടിക്കും. എന്താണെങ്കിലും കണ്ടുപിടിക്കോ? കണ്ടുപിടിക്കും. അപ്പോഴേ എന്നെ ഇനി ഒന്ന് കണ്ടുപിടി. പോട്ടെ, ആ വഴിക്ക് പോട്ടെ. പുള്ളി ഇത് ഫ്ലവേഴ്സിന്റെ ഇവിടെ തൊട്ടപ്പുറത്ത് താമസിക്കുവാണോ? ആ പുള്ളി അടക്കം ഇങ്ങനെ വരുന്നുണ്ട്. പുള്ളി തന്നെയാണോ നേരത്തെ? ചേട്ടാ, കാര്യം കണ്ട, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പിച്ചുമ്പയൊക്കെ പറഞ്ഞു കയറി വരും. പക്ഷെ വേറെ കാര്യം ഉണ്ട് കേട്ടോ, ഈ വേഷം വന്നപ്പോ ലുക്ക് മാറി. ഇത് അതെ, നല്ല ഭംഗിയുണ്ട്, വേറെ ലെവലായി. പിന്നെ ഇവര് നമ്മുടെ സിനിമയിൽ ഒരു പാട്ട് പാടിയിരിക്കുന്നവരാണ്. നോക്കി ഇവരൊരു പാട്ട് കേട്ടാലോ? നമുക്ക് ഇവരൊരു പാട്ട് കൂട്ടിനകത്ത് കിടന്ന് മടുത്തൊരു കാട്ടുമൃഗങ്ങളെ വമ്പൻ റൺ. No, no, boy, you ain't got gun. Oh, my boy, you run, run, run. പള്ളി പിടിച്ചതിലൂ ഞാലാടണം മൗഗ്ലി റൺ.
സൂപ്പർ സൂപ്പർ. അപ്പൊ നമ്മുടെ ഇനോഗ്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങുവാണ് നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ വൈബ്. അതെ, അപ്പൊ നമുക്ക് ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ്. നമ്മുടെ ഈ ഫംഗ്ഷന് 2 സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ടല്ലേ? അതെ. നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഫ്ലവേഴ്സ് ടിവിയുടെ COO സന്തോഷ് നായർ സർ, ഒപ്പം നമ്മുടെ ഉഷാമൻ ശ്രീകണ്ഠൻ സാറിന്റെ വൈഫ്, നമ്മുടെ ഫ്ലവേഴ്സിന്റെ എല്ലാം. അപ്പോ ഇവരെ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്ലീസ്. ഇപ്പൊ നമ്മൾ നിലവിളക്ക് കത്തിച്ച് നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഒരു നിമിഷം മറ്റൊരു സന്തോഷം കൂടി നമുക്ക് എല്ലാവർക്കും അറിയിക്കാനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഔസേപ്പച്ചൻ സർ അദ്ദേഹത്തിന്റെ സംഗീത യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ ഒരുപാട് വർഷങ്ങളായി. അദ്ദേഹത്തിന്റെ സിനിമ സംഗീത ജീവിതം തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 50 വർഷം തികയാണ്. കഴിഞ്ഞ 50 വർഷങ്ങളായി ചലച്ചിത്ര ഗാനങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഔസേപ്പച്ചൻ സർ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വേണം. അതില്ലാതെ സാർ കംപ്ലീറ്റ് ആവില്ല. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന നമ്മുടെ ഔസേപ്പച്ചൻ സാറിന്റെ പ്രിയ ഭാര്യ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മറിയ മാം. വന്നപ്പോ തന്നെ അങ്ങ് ചേർത്ത് പിടിച്ചു. ഇനി നമ്മള് 50 വർഷത്തെ ആഘോഷങ്ങളിൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഔസേപ്പച്ചൻ സാറിന് ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായ ഷർഫയ്ക്കയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്താണ് ഈ ഒരു നിമിഷം ഞങ്ങളോട് പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ആദ്യം ഒരു കാര്യം പറയാതെ പറ്റില്ല. അതായത് 50 വർഷം തികയുന്നു. 50 വർഷം മുമ്പ് ഞാൻ ഒരു ദൈവത്തെ നേരിട്ട് കണ്ടു, മനുഷ്യരൂപത്തിൽ. അദ്ദേഹത്തിൻ്റെ പേര് ദേവരാജൻ മാസ്റ്റർ. അദ്ദേഹത്തിന് അന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കില്ല, ഒരു പാട്ടും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പം അത് ആദ്യമേ എനിക്ക് കിട്ടുന്ന എല്ലാം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, പിന്നെ അതിനുശേഷം എൻ്റെ സംഗീത ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോണായി മാറിയ ഞാനൊരു സംഗീത സംവിധായകനായത് 1978 ആരവം എന്ന് പറഞ്ഞ സിനിമയിലാണ് സംഗീത സംവിധാനം ആരംഭിച്ചത്. അതിന് കാരണഭൂതനായത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മെൻറ്ററായ, അല്ലെങ്കിൽ എന്നെ കണ്ടുപിടിച്ച ഡയറക്ടർ ഭരതൻ. അദ്ദേഹം തന്നെ വീണ്ടും 85 എന്നെ കൊണ്ട് ആദ്യമായിട്ട് പാട്ട് ചെയ്യിപ്പിച്ചു. അത് 40 വർഷമായി. അപ്പം അങ്ങനെ ഒരുപാട് യാത്രകളിലൂടെ ഞാൻ സഞ്ചരിച്ചു. ഇങ്ങനെ ഒരു വേദി, ഫ്ലവേഴ്സിൻ്റെ വേദി, ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണിത്. പ്രത്യേകിച്ച് മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്നതിനെ, അതിപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വൈഫിനെ നിർത്തിക്കൊണ്ട് പറയല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ സംഗീതം ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് എൻ്റെ സഹധർമ്മിണി മറിയ. ബഹുമാനപ്പെട്ട ഉഷ മാഡം ഉണ്ട്, പിന്നെ ഇതിൻ്റെ സന്തോഷ്, ഇതിൻ്റെ CEO. എല്ലാത്തിൻ്റെയും പുറകിൽ ഇവരുടെയൊക്കെ ആ ഒരു നമ്മളെ നയിക്കുന്ന അതാണല്ലോ ഏറ്റവും വലുത്. അതെ, നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഇവിടെ കുറെ ലക്കി ചെയർസ് ഉണ്ട്. അപ്പൊ മത്സരാർത്ഥികളോടൊക്കെ ലക്കി നമ്പർ സെലക്ട് ചെയ്ത് ആ ചെയർ സെലക്ട് ചെയ്യാന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ സാറിനോട് ഇപ്പൊ നമ്മൾ ചോദിക്കുവാണ്, സാറിന്റെ ലക്കി നമ്പർ എന്റെ ലക്കി നമ്പർ ചോദിച്ചാൽ എനിക്ക് ഒറ്റ നമ്പറേ ഉള്ളൂ. അതേതാ? 1. നമ്പർ 1 ആയതുകൊണ്ടല്ല, ആ ദിവസം എനിക്ക് എൻ്റെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള
എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ ജീവിതത്തിൽ ഇനിയും പ്രിയപ്പെട്ടതായിരിക്കും. ആ വ്യക്തിയെ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന ദിവസമാണ് 1981 ഫെബ്രുവരി 1. അടിപൊളി. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതിൽ വിജയിക്കുന്ന ആൾക്ക് എന്ത് ലഭിക്കും? അതെ, അത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. നമ്മളിവിടെ ലക്കി ചേസിന്റെ കാര്യം പറഞ്ഞു, ജഡ്ജസിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ മത്സരത്തിന്റെ രീതികൾ പറഞ്ഞു. പക്ഷെ വിജയിച്ചാൽ എന്ത് ലഭിക്കും എന്ന് മാത്രം പറഞ്ഞില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം സംഗതി ഇത്തിരി സ്പെഷ്യൽ ആണ്. അതുകൊണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് എല്ലാവരും വരട്ടെ എന്ന് നമ്മളൊന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്യായിരുന്നു. സംഭവം വരട്ടെ, സംഭവം വന്നിട്ട് നമുക്ക് ബാക്കി പറയാം. വരട്ടെ. എന്നാ സംഗതി വരട്ടെ. ഡെയിൻ പോയി എടുത്തിട്ട് വരൂ. അയ്യോ, അങ്ങനെ നമ്മുടെ ട്രോഫി, നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ട്രോഫി ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. മ്യൂസിക്കൽ വൈഫിന്റെ ഈ സംഗീത യാത്രയിൽ 20 പേരുടെ വാശിയേറിയ പോരാട്ടത്തിൽ വിജയിക്കുന്ന ആ ഒരാൾക്ക് ലഭിക്കുന്നു ഈ ട്രോഫി. അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടോ, എന്തിനാണ് ഈ ഒരു ട്രോഫിക്ക് ഇത്ര ബിൽഡപ്പ്? ഇങ്ങനെ തീയൊക്കെ മൂട്ടിൽ കത്തിച്ചിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അല്ല, മൂട്ടിലല്ല, സൈഡില്. അതെ, ആ ആവശ്യം എന്താണെന്ന് വിചാരിക്കും. പക്ഷേ ഈ ട്രോഫിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ട്രോഫി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടില്ല. അതെന്താ? ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ട്രോഫി കിട്ടില്ല. അല്ല, വിജയിച്ചാ കൊടുക്കാലോ. പറ്റില്ല, ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ട്രോഫി കിട്ടില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടും? ഈ സ്റ്റേജിൽ നിന്ന് കിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. വേറെ എവിടുന്നാ കിട്ടുന്നേ? വേറെ എവിടെ നിന്ന് കിട്ടും സാർ? കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്ന് നിങ്ങൾക്ക് അതെ, കടൽ കടന്ന് നിങ്ങൾക്ക് ഈ ട്രോഫി കിട്ടാൻ പോകുന്നു. ഇവിടെ വിജയിക്കുന്ന ആ വ്യക്തിക്ക് ഫാമിലിയോടൊപ്പം കടൽ കടന്നൊരു യാത്ര ചെയ്ത് അവിടെ ഒന്ന് കറങ്ങി ആ രാജ്യത്തിൽ നിന്ന് ആ രാജ്യത്ത് അവിടുത്തെ സംഭവങ്ങളൊക്കെ രസിച്ച്. ഏത് രാജ്യം? അത് സസ്പെൻസ്. അത് പറയില്ല. അത് ചിലപ്പോ ദുബായ് ആവാം, അതെ, ചിലപ്പോ അമേരിക്ക ആവാം, ചിലപ്പോ UK ആവാം, ജർമ്മനി ആവാം, പാരീസ് ആവാം. അത് നമ്മളിപ്പോ ഇവിടെ പറയില്ല. ആ സർപ്രൈസിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ ഇവിടെ വാശിയോടെ മത്സരിക്കാൻ. നമ്മുടെ ഇവിടെ വരുന്നവർ, നമുക്ക് ഇവിടെ ഓഡിഷൻ ചെയ്തവരെല്ലാരും വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു പുറം രാജ്യത്ത് സഞ്ചരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയായിരിക്കും, ഇൻക്ലൂഡിംഗ് ദ ഫാമിലിയാണ്. എക്സാക്ട്ലി, അതെ അതെ അതെ. മീനാക്ഷി, അപ്പൊ എന്തായാലും ട്രോഫി ഇവിടെ എത്തി. നമുക്കിനി ഈ ട്രോഫി ഭദ്രമായിട്ട് കുറച്ച് ആൾക്കാരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കണം. അതായത് നമ്മുടെ 3 ജഡ്ജസിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഏൽപ്പിക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ 3 പേര് മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരുള്ളൂ ഈ ഫ്ലോറിൽ. ഡിറ്റക്റ്റീവ് കാണാതെ പോലും കണ്ടുപിടിച്ചു തരുമല്ലോ. ഓക്കെ, ഡിറ്റക്റ്റീവ് ടീമിന് വേണ്ടി എന്റെ നായക നടനും പ്രൊഡ്യൂസറുമായ ഷറഫുദ്ദീൻ അത് നിർവഹിക്കുന്നതായിരിക്കും. ഓക്കെ, ഷറഫുക്ക പ്ലീസ്. അപ്പോ 3 ജഡ്ജസും, രഞ്ജിനി ചേച്ചി, ബിന്നി ചേച്ചി, ഒപ്പം ഔസേപ്പച്ചൻ സാർ. ഇതാണ് നമ്മുടെ ട്രോഫി ഇരിക്കേണ്ട ഇരിപ്പിടം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ പെറ്റ് ഡിറ്റക്റ്റീവ് ടീം നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ് ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ എത്തി നമുക്ക് എല്ലാവിധ ആശംസകളും നൽകി. നമുക്ക് ഒത്തിരി സന്തോഷമായി. നിങ്ങളുടെ പ്രസൻസ് നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തന്നു. താങ്ക് യു സോ മച്ച്. നീലാവിൻ
കിനാവിലെ മുത്തായി നീ വന്നു ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നിലാവിൻ മുത്തേ നീ വന്നു. വെരി ഗുഡ് നൈസ് നൈസ് വെരി ഗുഡ് വെരി ഗുഡ്. രേഷ്മ സന്ദീപ് അതെ അല്ലേ? അതെ. വളരെ ഗംഭീരമായിരുന്നു, നന്നായിരുന്നു. എനിക്ക് ഇഷ്ടമാണ്. ഇത്തിരി ടഫായിട്ടുള്ള സോങ് ആണ്. അതിൽ ടെക്നിക്കലി യു സാങ് ഇറ്റ് വെരി പെർഫെക്റ്റ്. എവിടെയാ സ്ഥലം? എവിടെ? എന്റെ വീട് ഷൊർണൂരാണ്. എന്റെ ഹസ്ബൻഡിന്റെ വീട് പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ലയിലാണ്. ഓഹോ. പഠിച്ചതാണോ മ്യൂസിക്? ചെറുപ്പം മുതൽ ഞാൻ പഠിച്ചിട്ടുണ്ട്? ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിപ്പോ പറഞ്ഞില്ലെങ്കിലും ഈ പാട്ട് കേട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പഠിക്കാതെ ഈ പാട്ട് പാടാൻ പറ്റില്ല. പിന്നെ ഒരു ബ്രേക്ക് വന്നു, കുറേ ബ്രേക്ക് വന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു വേദി ആദ്യമായിട്ട്. അതെ അതെ. ഇവിടെ എന്താണേലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വേറൊരു തടസ്സങ്ങളും വരാതെ. അതെ അതെ. രേഷ്മ ഫൈനൽ വരെ വരണം. രേഷ്മയെ ഒരുപാട് എനിക്ക് ഇഷ്ടമായി, നന്നായി പാടി. എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡൗട്ട്. ഞാൻ ഇവിടെ അമ്മയല്ലേ? അമ്മയാണ്. അമ്മ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോ അമ്മ മൊബൈൽ എടുത്ത് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണം. അതെന്താണ് സംഭവം? മോന് വയ്യ, സുഖല്യാത്താണേ. രേഷ്മയുടെ ഏട്ടൻ വയ്യാത്ത കുട്ടിയാ. രേഷ്മയുടെ ബ്രദർ, മൂത്ത ബ്രദർ ഏട്ടനാണ്, ഓട്ടിസം ആണ് അവന്. അയ്യോ. അപ്പൊ അവനെ കാണിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. അനിയത്തി പാടുന്ന കേക്കോ? ഒരുപാട് പാട്ട് അവന് നല്ല ഇഷ്ടമാണ്, ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അല്ല, അത് എന്ത് പറ്റി പറഞ്ഞോളൂ. അത് ചെറുപ്പം മുതലേ ഏട്ടൻ അങ്ങനെയാണ്, ജനിച്ചപ്പോ മുതലേ അങ്ങനെയാണ്. അപ്പോ ഏട്ടൻ എന്റെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ പാടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. എന്റെ നേരെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ വന്ന് കാണേണ്ട ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോ പാടുമ്പോഴും നല്ലൊരു ശ്രോതാവായിട്ട് ഇങ്ങനെ ഇരിക്കും. പുള്ളിക്ക് അങ്ങനെ വല്ലാതെ പറയാൻ പറ്റില്ലെങ്കിലും അത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പൊന്നാരത്തേനെ നിന്നേതിഷ്ടം പോലും എന്നെ കൊണ്ടാവും പോലെല്ലാം ഞാൻ ചെയ്യാം. അപ്പൊ എനിക്കത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ വന്നെന്ന് പാടുമ്പോ അത് എന്റെ ഏട്ടനും കൂടി കാണണമെന്ന്. തീർച്ചയായിട്ടും ഇങ്ങനെ ചേച്ചിക്ക് ആ ഏട്ടന്റെ ഒരു ഭാഗ്യാണ് ഇങ്ങനെ നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരു ചേച്ചി ഉണ്ടെന്നുള്ളത് അല്ലേ? സോറി, അനിയത്തി. ചേട്ടന്റെയും ഭാഗ്യമാണ്. അപ്പൊ എന്തായാലും എല്ലാ നന്മകളും നേരുന്നു. രേഷ്മ ഔസിഫ് സാറിന്റെ പാട്ട് തന്നെ അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ ആ പാട്ട് പാടാന്ന് പറഞ്ഞാൽ അതെനിക്ക് ഏറ്റവും വലിയൊരു അവിടെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ സമ്മാനം കിട്ടിക്കഴിഞ്ഞു. അല്ല, അത് പാട്ടിന്റെ മാത്രമല്ല, നമ്മൾ നോക്കണം മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുമ്പോ ഒരു താരാട്ട് പാടിയിട്ടാണ് അല്ലെ? ഒരു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു താരാട്ട് പാടുക എന്നുള്ളതാണ്. പാട്ടുകളിൽ താരാട്ട് പാടുക എന്നുള്ളതായിരിക്കും. അതാണ് മോള് പാടിയത്. എന്തായാലും നന്നായിട്ടോ രേഷ്മ. ഒരുപാടധികം മുന്നോട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി ഇപ്പൊ ഇതില് ഞങ്ങൾക്ക് ഇനിയിപ്പോ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ല. ഞങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്നാലും അത് പറയണല്ലോ, ഒഫീഷ്യലി പറയാണ്. രേഷ്മ ഈസ് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, എസ്പെഷ്യലി ജഡ്ജസിന്, എന്നെ ഇതിന് ഇത്രയും നന്നായിട്ട് പാടാൻ സഹായിച്ച ഓർക്കസ്ട്ര ടീമിന്. അതെ, അവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. എല്ലാവർക്കും ഇതിന് പിന്നിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ രേഷ്മ ചേച്ചി നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സ് മ്യൂസിക്കൽ വൈഫില് ഇന്നാവുന്ന ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഐശ്വര്യമായിട്ട് ചോദിക്കട്ടെ, ഏതാണ് ലക്കിനം? ഈ പരിപാടിയിൽ ഇപ്പോ അത് പങ്കെടുക്കാൻ എനിക്ക് പാടാൻ ആദ്യം ടോസ് ഇട്ടപ്പോ കിട്ടിയത് 1 ആണ്. അപ്പൊ എനിക്ക് 1ാമത്തെ നമ്പർ തന്നെ.
ലക്കി നമ്പേഴ്സ്. ശരി, ഓക്കെ. അപ്പൊ രേഷ്മ ചേച്ചിന്ന് വിളിക്കണോ, എന്താ പേര് വിളിക്കണോ? രേഷ്മ എന്ന് വിളിച്ചാൽ രേഷ്മ എന്ന് വിളിച്ചാൽ മതി. യങ് ആണ് അല്ലേ? കല്യാണം കഴിഞ്ഞു എന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഭർത്താക്കന്മാര് പുറത്തുണ്ട്. ഓക്കെ, രേഷ്മ 1-ാം നമ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ചെയർ ഇനി രേഷ്മയ്ക്ക് സ്വന്തം. അപ്പൊ നമുക്ക് ആ ചെയറിലോട്ട് വിടാം. പക്ഷെ അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട് അല്ലെ മീനാക്ഷി? ഒരു സമ്മാനം നമുക്ക് തരാനുണ്ട്. എന്താ ഇത് സർ? മെഡലാണല്ലോ. മെഡൽ വരുമ്പോ തന്നെ നമ്മള് ഗോൾഡ് പാട്ട് നന്നായാൽ മെഡൽ കിട്ടും, അല്ലെങ്കിൽ അടി കിട്ടും. മടൽ വെച്ചടി. എനിക്ക് തോന്നി എന്തോ അങ്ങനെയാണ്. ഞാൻ തന്നെ ഇട്ട് കൊടുത്തോട്ടെ. കൊരവിടണോ? വേണ്ട, അതൊന്നും വെറുതെ ഒരു ചടങ്ങല്ലേ. നീ ഒന്ന് ഇട്ടേ, ഞാൻ കാണട്ടെ. അതാണ് ഇനി ആരിന്നാലും ഡെയിൻ കൊരവിടും. ഞാനും കുരുവിടാ. അതാ എനിക്ക് പിന്നെ ചേച്ചി കൂടിയുണ്ട്. ഓക്കെ, തുടങ്ങാം നമുക്ക്. എന്നാ നമ്മുടെ ജഡ്ജസിന്റെ സാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുരവിടുന്നു. അങ്ങനെ മെഡലും കിട്ടി, 1-ാം നമ്പർ സീറ്റും കിട്ടി, അപ്പൊ കൊരവയും കിട്ടി. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. Thank you so much.